നീ എന്താ വീഡിയോസ് നടാത്തെ? ഒരു മൂടില്ലടാ, ഒരു എനർജി ഇല്ല, ആകെ ഷോ. കളി കഴിഞ്ഞ് വന്നൂല്ലേ? ഒരു ജോലിക്ക് പോകാൻ പറഞ്ഞാ ജോലിക്ക് പോയില്ല, വീഡിയോയും ചെയ്യണില്ല. നീ ഇങ്ങനെ നടന്നോ? 2-3 കൊല്ലായില്ലേ പഠിപ്പ് കഴിഞ്ഞിട്ട്? ഇനി നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞ അച്ചു പച്ചവെള്ള കുടുംബത്തിൽ നിന്ന് ഇനി നിനക്ക് കിട്ടില്ല. Hi guys, I make a talk. Welcome back to our new video. കുറെ നാളായില്ലേ കാണാതായപ്പോൾ സന്തോഷിച്ചു, ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. എനിവേ ഗൈസ്, ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സോ ഗൈസ്, നമ്മുടെ ഇൻസ്റ്റയിൽ ഇപ്പോ കുറെ ട്രാൻസിഷൻ റീൽസ്, അതായത് പതിവ് സാധനം തന്നെ വീണ്ടും ട്രെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയില് നമുക്കത് നോക്കാം. ഇതാണ്ട് മായോ ട്രെൻഡ്, വെറൈറ്റി ഒന്നും ഇല്ല, അത് തന്നെ. അതായത് ഫസ്റ്റ് അലമ്പിലേക്ക് വന്നിട്ട് പിന്നെ നല്ല ഡ്രസ് ഇട്ടിട്ട് ടേബിൾ ഫാനും മോത്തിക്ക് അടുപ്പിച്ച് കാറ്റും കയറ്റിട്ട് സ്ലോ മോഷൻ കയറ്റും. ഒരു മാറ്റവും ഇല്ലല്ലോ. അങ്ങനെ വണ്ടി വെക്കലോ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ തലാട്ടുന്ന നല്ല രസമായിരിക്കും. പെടലി വെട്ടോളൂ മോനെ. ഞാൻ ഈ റീലിൽ കുറെ ബാഡ് കമന്റ്സ് കണ്ടു. എന്തിനാ എല്ലാവരും കൂടി അവൻ ഇങ്ങനെ കളിയാക്കണേ? ചില പെണ്ണുങ്ങൾ ഈ പാട്ടിന് വെറുതെ തുണി അടിച്ചിട്ട് തുള്ളനേക്കാളും നല്ല ഇവൻ ചെയ്തത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വെറുതെ അവന്റെ കമന്റ്സിൽ പോയി അവനിങ്ങനെ തെറി വിളിക്കണേ? അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ നന്നായി മൂഞ്ചി ചോദിച്ചില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. വായാൻ ഞാനെന്താ ബോഡോ? സ്കൂളിലാന്ന് എനിക്കറിയാം. എന്താന്നറിയില്ല ഗീസ്, പഴയ പോലെ ഇപ്പൊ നല്ല കോമഡി ഒന്നും വായിൽ വരുന്നില്ല. ഫുള്ള് ഷോക്കാണ്. വീഡിയോക്കാണെങ്കിൽ വ്യൂസിലെ കോമഡി ഒന്നും വരുന്നില്ല. എന്ത് കഷ്ടം നോക്കിയ, കനാലിന് വെള്ളമില്ല, ക്രീമണ്ണ് മേടിക്കാൻ കടയും തുറന്നിട്ടില്ല. സോ ഗൈസ്, ഇതൊക്കെ നിർത്തി ഞാൻ വേറെ വല്ല പണിക്ക് പോയാലോന്ന് വരെ ആലോചിച്ചതാ. എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല, പക്ഷെ പറ്റിയില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ, ശീലായി പോയി. അങ്ങനൊന്നും അല്ലാടാ ഗൈസ്, നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം ഞാൻ ഓരോ കമന്റ്സിലൂടെയും കാണുന്നുണ്ടായിരുന്നു. സോ ഞാനത് എങ്ങനെ ഗൈസ്, എങ്ങനെ ഞാൻ ആ സ്നേഹം കണ്ടില്ല എന്ന് അടിക്കണേ? ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, എന്നെയും ആരും സ്നേഹിച്ചിട്ടില്ല. സോ നിങ്ങളുടെയൊക്കെ സ്നേഹം, അതാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ കാരണം. സോ ആ സ്നേഹം ലൈക്കുകളായിട്ട് തന്ന 50 ലൈക്ക് നമുക്ക് ഈ വീഡിയോ ഒക്കെ ആക്കിയിരുന്നു. ലൈക്ക് അടിക്കും ഉണ്ടാക്കല്ലേ ഗൈസ്. അപ്പൊ അടുത്തത് നോക്കണെങ്കിൽ സെയിം ട്രെൻഡ് തന്നെ, പക്ഷെ വേറെ സോങ് ആണെന്നുള്ളൂ. എന്ന് വെച്ചാൽ ട്രാൻസിഷൻ തന്നെ വേറെ സോങ് ആണെന്നുള്ളൂ. കണ്ടുനോക്ക്. കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവും. ഇത് നൈസായി. എന്ന് വെച്ചാൽ ആ ഒരു മിത്രാവിന്ദാദേവിയുടെ കട്ടൊക്കെ ഉണ്ട്. നിന്റെ സൗന്ദര്യം എന്നെ മത്ത് പിടിപ്പിക്കുന്ന മിത്ര. ഗൈസ്, ഡോണ്ട് ഫാൾ ഫോർ ഗേൾസ്, fall for your goals. Girls will fall for you. Don't trouble the trouble. If you trouble the trouble, trouble troubles you. കേട്ടല്ലോ, ഇങ്ങനെ വെറുതെ വായി നോക്കിയിരിക്കാണ്ട് fall for your goals. തന്റെ തെങ്ങിലും പനയിലും ഒരേ സമയം കയറി ചെത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയേ. എന്തോന്ന് ഇത് ഗൈസിനെ, എല്ലാവരും ഇങ്ങനെ സാരി കൊടുത്ത് പൊട്ടും തൊട്ട് ഇറങ്ങിക്കോളും ഇങ്ങനെ റീൽ എടുക്കാൻ. ഇങ്ങനത്തെ പാട്ട് സാധാരണ ട്രാൻസിഷനെ പറ്റി ട്രെൻഡ് കഴിഞ്ഞാൽ അതാണുള്ള അവസ്ഥ കേരളത്തിലെ. അത് കണ്ട് ഇതുപോലെ നമ്മൾ വായി നോക്കിയിരിക്കും ചെയ്യും. അതിന്റെ താഴെ പോയി ഇതാണ് പണിക്കര് പറഞ്ഞ പെൺകുട്ടി, പണിക്കര് പറഞ്ഞ പൂ. അടുത്ത്
നെക്സ്റ്റ് ട്രാൻസിഷൻ ട്രെൻഡ് ആയത് ഒരു പ്രത്യേക ടൈപ്പ് സാധനമാണ്. Dame un grr. Un qué? Un grr. Un qué? Okay. Un grr. Un qué? Un qué? Un grr. ഇത് വെറൈറ്റി ആയില്ലേ? ഇതൊന്നും എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഹലോ. എന്തായാലും ഈ കടുവ ട്രെൻഡ് കുറെ ഗേൾസ് ഇങ്ങനെ റിമിക്സ് ചെയ്യുന്നുണ്ട്. Dame un grr. Un qué? ഈ കടുവ കൊള്ളാം. നെക്സ്റ്റ് കടുവ. Grr. Un qué? ഇത് കടുവന്ന് പറഞ്ഞിട്ട് തയ്യാറായി പൂലി. കടുവയെ കൊടുക്കാൻ വെച്ച പൂറ്റി വേറെ ഏതൊരു പുലി വന്ന് കയറിയിരിക്കുന്നു. Un grr. Un qué? Dame un grr. Un qué? കൊള്ളാം കേട്ടോ, നന്നായി ചെയ്ത്. കീപ് ഇറ്റ് അപ്പ്. നെക്സ്റ്റ്. Dame un tu ta ta tu tu ta tu tu ta ta. Un qué? Un grr. Un qué? ഗൈസ് ഞാനൊരു കാര്യം പറയാം. ഞാനത് സൈ കേട്ടിട്ടാണ് പറയണേ. ഒരു ട്രെൻഡ് അതിന് നിർത്താൻ ആർക്കും പറ്റും. അത് ചെറുപ്പറാമ ചെയ്ത് റീലിട്ട് കഴിഞ്ഞാൽ അത് എന്തായാലും ട്രെൻഡ് ഔട്ട് ആവും. എന്നാൽ അതിനെ കൊന്നു കുഴിച്ചിട്ടിട്ട് അതിന്റെ മേലെ ഒരു സ്മാരകം പണിതിട്ട് അതിന്റെ മേലെ ഒരു കൊടി കുത്തി വെക്കണമെങ്കിൽ അത് ഈ ചേച്ചിനെ കൊണ്ട് പറ്റുള്ളൂ. കാണിച്ചു തരാൻ ഞാൻ ആ കാട്ടവരാതം. ഗൈസ് ഇത് ഒരെണ്ണം ചെയ്തു, അത് മര്യാദ. ഇത് രണ്ടെണ്ണം ചെയ്തു, അതും മര്യാദ. അമ്മ കണ്ട എന്റെ ഗതികേടിലായി പോയി. എനിക്ക് കൊന്നു കുടിച്ചുകൂടിയാണ് ഞാൻ. മതി. ഇനി നിങ്ങൾ ആ പാട്ടിൽ റീലിടല്ലേ, അത് ചത്ത്. നിങ്ങൾ അതിനെ റീലിട്ട് കൊന്ന് ആ പാട്ടിന് ഇപ്പൊ നീരിട്ടി എന്നുള്ള പേര് കേൾക്കുന്നത് വരെ ട്രോമയായിരിക്കും. സോ ഗൈസ് ലെറ്റ് മീ കൺക്ലൂഡ്. ഇനി അടുത്ത വീഡിയോയിലാണ് ഗൈസ്. അപ്പൊ ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ചെയ്യുക ഗൈസ്, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. നിങ്ങളൊരു പാവപ്പെട്ടവനെ സഹായിക്കാന്ന് വിചാരിച്ചാൽ. സോ ബൈ ബൈ.